അടുത്തത് കണ്ണൂർ ജില്ലയിലേക്കൊന്ന് പോവാം. കണ്ണൂർ ജില്ലയിൽ നിന്നും സുമേഷ് മൊറാഴയാണ് നമ്മളുമായി ചേരുന്നത്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നു എന്നുള്ളൊരു വാർത്ത നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കിട്ടുന്നത്. എന്താണിപ്പോൾ കണ്ണൂർ ജില്ലയുടെ അവസ്ഥ? കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഇടപെട്ടുള്ള ശക്തമായ മഴയും ഒപ്പം നല്ല രീതിയിൽ കാറ്റും വീശുന്നുണ്ട്. മലയോര മേഖലയിലാണ് ഈ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് ഈ മഴ തുടരുന്നത്. അതായത് ഈ ആലക്കോട്, ഈ ശ്രീകണ്ഠാപുരം, ചെറുപുഴ ഭാഗങ്ങളിലാണ് ഇത്തരമൊരു ആശങ്കയുള്ളത്. നഗരപ്രദേശങ്ങളിൽ താരതമ്യേന അല്പം മഴ കുറവാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഈ ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു. ഈ പെട്ടെന്നായിരുന്നു ഇത്തരമൊരു നിർദ്ദേശം വന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരുന്നു. ജില്ലയിൽ ഇന്ന് നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് ഉള്ളത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ അവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഈ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്കൂളുകൾ, അംഗൻവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ഈ ICSE, CBSE സ്കൂളുകൾ, കേന്ദ്ര വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഇത്തരമൊരു സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഈ അവധി ബാധകമായിരിക്കില്ല. മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സർവകലാശാല പൊതുപരീക്ഷകൾക്കും അതുപോലെ തന്നെ അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്ക് മാറ്റം വരാൻ സാധ്യത ഉണ്ടെന്നാണ് ഏതായാലും മനസ്സിലാക്കുന്നത്. ജില്ലയിൽ ഇപ്പോൾ മലയോര മേഖല ഉൾപ്പെടെ ഇടപെട്ടുള്ള മഴ തുടരുകയാണ്. ശരി, സുമേഷാണ് നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വാർത്തകൾ നൽകിയത്. കണ്ണൂർ ജില്ലയിൽ ഈ പറഞ്ഞ പോലെ മഴയും ശക്തമായ കാറ്റും തുടരുന്നെന്നുള്ളൊരു സാഹചര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൊരു സാഹചര്യവുമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.